ഭക്തിയെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി അധികാരം പിടിച്ചെടുത്തവർക്ക് അതേ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പേരിൽ കനത്ത തിരിച്ചടി നേരിടുന്ന കാഴ്ചയാണ് അയോധ്യയിൽ നാം കണ്ടത്. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ വൈകാരികതയെ മുതലെടുത്ത് നിർമ്മിച്ച അയോധ്യയും രാമക്ഷേത്രത്തിലെ ഭണ്ഡാരക്കൊള്ള BJPയുടെ അവർ പ്രതിനിധീകരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെയും ധാർമ്മിക അപജയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ദൈവത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുകയും ഒടുവിൽ ആ ദൈവത്തിന് സമർപ്പിച്ച പണം പോലും സ്വന്തം ആളുകളെ വെച്ച് കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത്. ഈ പശ്ചാത്തലത്തിൽ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തങ്ങളുടെ അന്തിമ റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചേക്കുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ജൂൺ 13 മുതൽ ആരംഭിച്ച വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് SIT തങ്ങളുടെ അന്തിമ റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ വെക്കാൻ ഒരുങ്ങുന്നത്. അവിനാഷ് ശുക്ല, ടിന്നു യാദവ് എന്നിവരെ കേസിലെ മുഖ്യപ്രതികളാക്കിയാകും SIT റിപ്പോർട്ട് സമർപ്പിക്കുകയെന്നാണ് സൂചനകൾ. ഇതിൽ ടിന്നു യാദവ് എന്ന രാംശങ്കർ യാദവ് രാമക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറിയും മുതിർന്ന VHP നേതാവുമായ ചമ്പത് റായിയുടെ അതീവ വിശ്വസ്തനും ഉറ്റ അനുയായിയുമാണ് എന്നുള്ളത് കൊള്ളയ്ക്ക് പിന്നിലെ രാഷ്ട്രീയ ഉന്നത സ്വാധീനത്തെ വ്യക്തമാക്കുന്നുണ്ട്. കേസിൽ അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് മാത്രം 80 ലക്ഷം രൂപയോളം ഇതിനകം SIT കണ്ടെടുത്തു കഴിഞ്ഞു. ക്ഷേത്രത്തിൽ സ്ഥാപിച്ച 70-ലധികം CCTV ദൃശ്യങ്ങൾ ദിവസങ്ങളോളം വിശദമായി പരിശോധിച്ച ശേഷമാണ് അന്വേഷണ സംഘം കുറ്റപത്രം തയ്യാറാക്കിയത്. കേവലം 45 ദിവസത്തിനുള്ളിൽ 70 തവണയാണ് ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിന്ന് പണം കടത്തിയതെന്ന് CCTV ദൃശ്യങ്ങൾ തെളിയിക്കുന്നു. നോട്ടുകെട്ടുകൾ വസ്ത്രങ്ങൾക്കുള്ളിലും ഷൂസിനുള്ളിലും ഒളിപ്പിച്ചു കടത്തുന്ന ജീവനക്കാരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് BJPക്കും ക്ഷേത്ര ട്രസ്റ്റിനും വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരായി ചമയുന്ന BJPയുടെ ഭരണത്തിന് കീഴിലാണ് ഇത്തരമൊരു വൻ കൊള്ള സുരക്ഷിതമായി നടന്നത് എന്നത് അവരുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്നുണ്ട്. രാമക്ഷേത്ര നിർമ്മാണത്തെയും അതിന്റെ ഉദ്ഘാടനത്തെയും തങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടമായി ഉയർത്തിക്കാട്ടി വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കിയ BJP ക്ഷേത്രത്തിലെ ഭരണത്തിലും പണമിടപാടിലും കാണിച്ച ഈ കൊടും അനാസ്ഥയ്ക്ക് ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട്. സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന സുരക്ഷയുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് മാസങ്ങളോളം തുടർച്ചയായി ഭണ്ഡാരപ്പണം കൊള്ളയടിക്കപ്പെട്ടിട്ടും അതറിയാത്തത് ഭരണകൂടത്തിന്റെ പരാജയമാണ്. അല്ലെങ്കിൽ സ്വന്തം ആളുകൾക്ക് കൊള്ളയടിക്കാൻ ഭരണകൂടം തണലൊരുക്കി നൽകിയെന്ന് വേണം കരുതാൻ. വോട്ട് രാഷ്ട്രീയത്തിനായി രാമനെ ഉപയോഗിച്ചവർ ആ രാമന്റെ ഭണ്ഡാരത്തിലെ പണം കാണിക്കയായി നൽകി സാധാരണക്കാരായ പാവപ്പെട്ട വിശ്വാസികളെയാണ് യഥാർത്ഥത്തിൽ വഞ്ചിച്ചിരിക്കുന്നത്. SITയുടെ ഈ അന്തിമ റിപ്പോർട്ട് കേസിൽ പ്രതിസ്ഥാനത്തുള്ള മുൻ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായി, ട്രസ്റ്റി അനിൽ ബിസ്ര എന്നിവർക്ക് അതീവ നിർണായകമാകും. ആരോപണങ്ങൾ ശക്തമായതിനെ തുടർന്ന് ഇരുവരും തങ്ങളുടെ പദവികൾ രാജിവെക്കേണ്ടി വന്നിരുന്നു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഇവരെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ആഭ്യന്തര വകുപ്പും അന്വേഷണ സംഘവും ശ്രമിച്ചു എന്ന ആരോപണം ശക്തമാണ്. BJP ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സംസ്ഥാന പോലീസിന്റെ ഭാഗമായ SIT കേസിൽ ഉന്നതരായ RSS BJP നേതാക്കളെ സംരക്ഷിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നു എന്ന വിമർശനം പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിക്കഴിഞ്ഞു. അതേസമയം വിശ്വാസികളുടെ കണ്ണിൽ പൊടിയും രാഷ്ട്രീയ നാടകങ്ങളും കളിച്ച് എത്ര കാലം BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചോദ്യം കൂടിയാണ് അയോധ്യയിലെ ഭണ്ഡാരക്കൊള്ള ഇപ്പോൾ ഉയർത്തുന്നത്.